ഞാൻ തിരികെത്താം താങ്കളിലേക്കും. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുവിളി, സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് പരിശോധിക്കണം എന്ന് CPM പോളിറ്റ് ബ്യൂറോ ഇന്ന് കൂടി എടുത്തിരിക്കുന്ന നിലപാട് അതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആ നിലപാടിൽ നിൽക്കുകയും പക്ഷേ ആ തരത്തിലുള്ള കടുത്ത പരാമർശങ്ങൾ വേണ്ട ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ആഭ്യന്തരപരമായിട്ട് തന്നെ കോൺഗ്രസിനകത്ത് നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകളൊക്കെ വന്നതാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിക് പേഷ്യൻസ് നടത്തുകയാണ് രാജ്യം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, പകരം ഈ സ്ട്രാറ്റജിക് പേഷ്യൻസ് ഏത് തരത്തിലായിരിക്കും രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുകൂടിയാണ് കോൺഗ്രസ് കരുതുന്നത്. നോക്കൂ അപർണ, ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് പേടിച്ചു വിറച്ചവന്റെ പേപറച്ചിലാണ്, പിച്ചും പേയും വിളിച്ചു പറയൽ മാത്രമാണ് പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അത് സ്വാഭാവികമായി നമ്മൾ എടുത്തു വരുന്ന സ്ട്രാറ്റജിക് മുന്നേറ്റങ്ങളുടെ ഭാഗമാണ് എന്നതിൽ സംശയമില്ല. അങ്ങ് ചോദിച്ചതുപോലെ ഞങ്ങളാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ് ഏറ്റവും ആദ്യം ഇത് പാക് സ്പോൺസേഡ് ടെററിസ്റ്റിക് അറ്റാക്ക് ആണ് എന്ന് ഈ രാജ്യത്ത്, ഈ ലോകത്ത് വിളിച്ചു പറയുന്നത്. ഈ അറ്റാക്ക് ഉണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ ഡൽഹിയിൽ ACC ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതാധികാര ബോഡി. ആ ബോഡി ചേർന്ന് ഞങ്ങൾ പുറത്തിറക്കിയ സർക്കുലർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് പാക് സ്പോൺസേഡ് ടെററിസം ആണെന്നും അതിനെ ഒരു തരത്തിലും വെച്ചുറപ്പിക്കാനാവുന്നതല്ലെന്നും മറ്റെന്തൊക്കെ പരാമർശങ്ങൾ പറയാനുള്ളപ്പോൾ തന്നെയും ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പം അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാടെന്നും. കാരണം അവിടെ ഹിമാൻഷി അടക്കം രക്തം ചിന്തിയവരുടെ, സ്വന്തപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ, വിധവയാക്കപ്പെട്ടവരുടെ, അനാഥരാക്കപ്പെട്ട ഒരുപാട് പേരുടെ രക്തം, അവരുടെ മൗനം ആ താഴ്വരയിൽ താം കെട്ടി നിൽപ്പുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ മൗനത്തെ ഭേദിക്കണമെങ്കിൽ, ആ രക്തത്തിന് ഒരു ഒഴുക്കുണ്ടാവണമെങ്കിൽ, അവിടെ തളം കെട്ടി നിൽക്കുന്ന രക്തം ഭേദിച്ച് അതിന്റെ ദിശയിലേക്ക് പറഞ്ഞു വിടണമെങ്കിൽ അതിന് മറുപടി ഉണ്ടായേ സാധിക്കുകയുള്ളൂ. ആ മറുപടി ഒരു യുദ്ധത്തിലേക്ക് പോകണമെന്ന് കോൺഗ്രസിനെ പോലെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു പാർട്ടി പറയില്ല, ഒരു പാർട്ടി ആഗ്രഹിക്കുകയുമില്ല. പക്ഷേ നമ്മുടെ മണ്ണിൽ കടന്നു വന്നവർക്ക്, ആ കടന്നു വരാൻ അവസരം ഉണ്ടാക്കി കൊടുത്തവർക്ക് കൃത്യമായ മറുപടി കൊടുക്കണം എന്നതിൽ സംശയമില്ല. ഇന്ന് അങ്ങ് പറഞ്ഞതുപോലെ CPM അങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടാവാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ സർക്കാരും സർക്കാരിന്റെ അനുചരന്മാരും എന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ഇതിന് കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും വിമർശിക്കാം, ഈ കിട്ടിയ അവസരത്തിൽ കോൺഗ്രസിന്റെ വെക്കിട്ട് കയറി കളഞ്ഞേക്കാം എന്നുള്ള നിലപാടിലാണ് ഇവർ സ്വീകരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് 2008 നവംബർ മാസം 23-ാം തീയതി മുംബൈയിൽ ആക്രമണം നടക്കുമ്പോൾ, 26-ാം തീയതി മുംബൈയിൽ ആക്രമണം നടക്കുമ്പോൾ ആ ആക്രമണത്തിന്റെ ഭാഗമായി നമ്മുടെ സൈന്യം തന്നെ ഈ ഭീകരരുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന 29-ാം തീയതി രാവിലെ ഗുജറാത്തിൽ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് സർക്കാർ രാജിവെക്കണം എന്ന് പറഞ്ഞ് പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ഞങ്ങൾ നരേന്ദ്രമോദി അല്ലല്ലോ നവംബർ 30-ാം തീയതി രാവിലെ പത്രപരസ്യങ്ങൾ മുഴുവൻ ഇത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പെയ്ഡ് പത്രപരസ്യം കൊടുക്കാൻ ഞങ്ങളുടെ പേര് BJP എന്നല്ലല്ലോ. ഇവരേതായാലും ഞങ്ങളെ പോലെ ആ ആക്രമണത്തിന്റെ പിറ്റേ ദിവസം മൻമോഹൻ സിംഗ് വിളിച്ചു ചേർത്ത് രാജി എഴുതി മേടിച്ചതുപോലെ, അന്നത്തെ പ്രധാനമന്ത്രി രാജി എഴുതി മേടിച്ചതുപോലെ, സുരക്ഷാ മിനിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് രാജി എഴുതി മേടിച്ചതുപോലെ, പ്രതിരോധ മന്ത്രിയിൽ നിന്ന് രാജി എഴുതി മേടിച്ചതുപോലെ ഇവർ രാജി എഴുതി മേടിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ ആവശ്യവുമില്ല. അമിത്ഷാ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് സ്വീകരിച്ചു വരേണ്ട ചില നയങ്ങളുണ്ട്. ഒന്ന് ഈ സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ള സന്ദേശമാണ് നൽകേണ്ടത്. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവർ ആരാണ്? അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നത് BJPയുടെ അനുചരന്മാരാണ്, BJPക്കാരാണ്, BJPയിൽ നരേന്ദ്രമോദിയുടെ അനുചരന്മാരാണ്. ആരാണ് ഈ പറയുന്ന ശവശരീരങ്ങൾ മറവ് ചെയ്യുന്നതിന് മുമ്പ്, ശവദാഹം കഴിയുന്നതിന് മുമ്പ്, ഉറ്റവരുടെ ബന്ധുക്കളുടെ ശവദാഹത്തിന്റെ പുക പടലങ്ങൾ ഭാരത്തു നിന്നും മാറുന്നതിന് മുമ്പ് ബീഹാറിൽ പോയി ഇലക്ഷൻ റാലിയിൽ പ്രസംഗിക്കാൻ പോയതാരാണ്? കേരളത്തിൽ വന്ന് ഇന്ത്യ മുന്നണി എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വിളിച്ച് പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചതാരാണ്? അപ്പൊ ഞങ്ങൾ ആ പണിയൊന്നും ചെയ്യുന്നവരല്ല. പിന്നെ ഈ ചർച്ചയിൽ ആരാണ് എന്ന് എനിക്കറിയില്ല. തൊട്ടു മുമ്പ് ആരോ പറഞ്ഞു ജയശങ്കർ, നല്ല കാര്യമാണ്. ജയശങ്കർ അന്താരാഷ്ട്ര തലത്തിൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു അത്രയും, ഏത് ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട, ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം, യു ക്യാൻ ജോയിൻ അവർ ടീം ഓർ കീപ് സൈലൻസ്. അത് നല്ല കാര്യമാണ്, ആ നിലപാടാണ്. പക്ഷെ അങ്ങനെ ഒരാളും, ഒരു പ്രധാനമന്ത്രി പോലും പറഞ്ഞത് ഇതുവരെ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഏത് ചരിത്രമാണ് പഠിച്ചത്, ഏത് വിദേശകാര്യ വിദഗ്ധതയാണ് അദ്ദേഹം പഠിച്ചതെന്ന് എനിക്കറിയില്ല. ഇതേ പാകിസ്ഥാനിന്
നിന്ന് ബംഗ്ലാദേശിനെ അടർത്തിയെടുക്കുന്ന സമയത്ത് നേർക്കുനേർ അമേരിക്കയോട് ഒന്നെങ്കിൽ നിങ്ങളുടെ 7ാം കപ്പൽ പടയ്ക്ക് എന്റെ അതിർത്തിക്കുള്ളിലേക്ക്, എന്റെ ടെറിട്ടറിക്കുള്ളിലേക്ക് കടക്കാതിരിക്കാം, അല്ലെങ്കിൽ കടന്നാൽ ആരൊക്കെ മടങ്ങിപ്പോകണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയായിരിക്കും എന്ന് പറഞ്ഞൊരു ഇന്ദിരാഗാന്ധി ഉണ്ട്. ആ ഇന്ദിരാഗാന്ധിയെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അറിയാതെ പോകുന്നു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കോൺഗ്രസ് സർക്കാരുകൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻഡസ് കരാർ റദ്ദാക്കുന്ന അടക്കമുള്ള നിലപാടുകൾ സ്വീകരിച്ചു വരികയാണ്. ഇനി തീവ്രവാദികളെ കണ്ടെത്താൻ വൈകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വൈകുന്നുണ്ട്. അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം രാഷ്ട്രീയ റൈഫിളിന് ഒരു സെക്ടറിന് ചുമതല ഉണ്ടായിരുന്നിടത്ത് നിന്ന് 2 സെക്ടറിന് ചുമതല കൊടുത്തിരിക്കുന്നു. അവിടെ തിരിച്ചൊരു വെടി ഉതിർക്കാൻ പോലും, ഇത്രമാത്രം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലത്ത് തിരിച്ചൊരു വെടി ഉതിർക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. വീഴ്ചയാണ്. പക്ഷെ ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള സമയം ഇതല്ല എന്നാണ് കോൺഗ്രസ് കാണുന്നത്. ഞങ്ങൾ ഇപ്പൊ BJP ആവട്ടെ, ഇനി ഒരിക്കലും സംഭവിക്കില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ, രാജ്യം ഭരിക്കുന്നത് ആരുമായിക്കോട്ടെ, ഇപ്പോൾ രാജ്യത്തിനെതിരായി ഒരു പോരാട്ടം, ഭക്ഷണത്തിന് പോലും വേറെയുള്ളവരുടെ മുമ്പിൽ പോയി പിച്ച തണ്ടുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ, രാജ്യത്തിനെതിരായ ഒരു പോരാട്ടവുമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ രാജ്യത്തെ ഈ പറയുന്ന അണുവായുധം അടക്കമുള്ളവ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുമ്പോൾ ആ സർക്കാരിനൊപ്പം അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇനി ഒരു കാര്യം കൂടി, അവസാനത്തെ 10 സെക്കൻഡ് കൂടി, ഈ പാകിസ്ഥാനി അണുവായുധത്തിന്റെ കഥയൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ അവരങ്ങനെ ചുമ്മാ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനും 5-6 ലൈക്ക് വാരി കൂട്ടാനും ഒക്കെ നല്ലതാണ്. പക്ഷേ അങ്ങനെ അവർ ചിന്തിച്ചാൽ പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ചരിത്രത്തിൽ മാത്രമായിരിക്കും അവശേഷിക്കുക, നാമാവശേഷമാവുന്ന രീതിയിലുള്ള ഞാൻ തിരികെ എത്താം. ഇതിനുള്ള മറുപടി P. ശ്യാംരാജ്